എൻ്റെ പേര് ജോമോൻ. വയസ്സ് 24. വീട്ടിൽ അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. അച്ഛനില്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ എങ്ങോട്ടോ പോയി. പിന്നെ എന്നെയും ചേച്ചിയും നോക്കിയത് അമ്മയാണ്. ചേച്ചിയുടെ കല്യാണം കഴിയുന്നതുവരെ അമ്മ ജോലിക്ക് പോയിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മയോട് വീട്ടിലിരുന്നോളാനും പറഞ്ഞു. എൻ്റെ ചേച്ചിയുടെ പേര് റോസി. കാണാൻ വെളുത്ത സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ പ്രണയവിവാഹമായിരുന്നു. അത്യാവശ്യം കാശൊക്കെയുള്ള കുടുംബത്തിൽ തന്നെയായിരുന്നു പയ്യൻ. ആള് വിദേശത്താണ്. ചേച്ചി ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്. ലേഡീസിൻ്റെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. എൻ്റെ കൂടെ അവിടെ ജോലിക്ക് ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെയുള്ളതാണ്. ചേച്ചിയുടെ ഭർത്താവ് വിദേശത്താണ്. ആ ചേച്ചിയെപ്പറ്റി കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ആ ചേച്ചിയും കടയിലെ മുതലാളിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവിടെ പരസ്യമായും രഹസ്യമായും ചിലതൊക്കെ ഞാൻ കാണാനിടയായി. ഇതൊക്കെ കണ്ട് എനിക്കും ആഗ്രഹം തോന്നി. ഞാനും ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ നടന്നില്ല. ചേച്ചി എന്നെ ഒരു അനിയനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റേ കാര്യത്തിൽ എന്നെ പരിഗണിച്ചതേയില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആ ചേച്ചിക്ക് അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയെ വിദേശത്ത് കൊണ്ടുപോകുവാണെന്ന്. അങ്ങനെ ഞങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് ചേച്ചി പോയി. അപ്പോൾ മുതലാളിയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആകെ വിഷമിച്ച് എന്താ പോയ അണ്ണാനെ പോലെയായിരുന്നു. അത് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത്. പിന്നീട് കടയിൽ ഞാൻ ഒറ്റയ്ക്കായി. മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ ആരുമില്ലാതായപ്പോൾ എനിക്ക് വല്ലാതെ ബോറടിച്ചു. മുതലാളിയാണെങ്കിൽ കടയിൽ അധിക നേരം ഇരിക്കാറില്ല. പുള്ളിക്ക് വേറെയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതിനാൽ പുറത്ത് പോകും. പിന്നെ കടയിലും വലിയ തിരക്കൊന്നുമില്ലല്ലോ. ചെറിയ കടയാണല്ലോ. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അത്യാവശ്യം തിരക്കുണ്ടാവൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു സുന്ദരി പെണ്ണ് കടയിലോട്ട് വന്നത്. നീല നിറത്തിലുള്ള സ്ലീവ്ലെസ് ടോപ്പും പാൻറ്റുമാണ് വേഷം. അവൾ കാണാൻ വെളുത്ത് മെലിഞ്ഞിട്ടാണ്. നീളമുള്ള മുടി, നല്ല ചിരി, എല്ലാം കൊണ്ടും നല്ല ഉശിരൻ സാധനം. ഞാൻ അവളെ തന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, കുട്ടിക്ക് എന്താ വേണ്ടേ? ചുരിദാർ, ജീൻസ് എല്ലാം ഉണ്ട്. പിന്നെ ജീൻസും ടീഷർട്ടും കോംബോ ഓഫർ ഉണ്ട് കേട്ടോ. എൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒരു ചിരിയാലെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, വാസുദേവൻ മുതലാളിയില്ലേ? മുതലാളിയോ? അത് കേട്ട് ഞാൻ ഞെട്ടി. ഈ കുട്ടി എന്തിനാണാവോ മുതലാളി അന്വേഷിക്കുന്നേ? ആ കിളവൻ ഇത്ര നല്ല കൊച്ചിനെയും വളച്ചോ ദൈവമേ, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അതെ ചേട്ടാ, അവൾ വീണ്ടും വിളിച്ചു. ആ മുതലാളിയോ? മുതലാളി പുറത്ത് പോയിരിക്കുവാണല്ലോ. കുട്ടി എന്തിനാ മുതലാളി അന്വേഷിക്കുന്നേ? ഞാൻ ഒരു വെപ്രാളത്തോടെ ചോദിച്ചു. അത് ഇവിടെ കടയിൽ ഒരു ലേഡി സ്റ്റാഫിനെ വേണമെന്ന് പരസ്യം കണ്ടായിരുന്നു. ഇപ്പോഴും വേക്കൻസി ഉണ്ടോയെന്ന് അറിയാൻ വന്നതാ. അത് കേട്ടപ്പോൾ ഞാൻ ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ആശ്വസിച്ചു. ഓഹോ, അപ്പോൾ അതാണോ കാര്യം? വേക്കൻസി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുതലാളിയെ ഇപ്പോൾ തന്നെ വിളിച്ച് കാര്യം പറയാം. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് മുതലാളിയെ വിളിച്ചു. അയാൾ പറഞ്ഞു ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോളാൻ. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, ആ മുതലാളി പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോ എന്ന്. ആണോ? ശരി. എന്താ പേര്? എൻ്റെ പേര് ജസ്ന. ചേട്ടൻ്റെ പേരെന്താ? ആഹാ, അപ്പോൾ ഉമ്മച്ചിക്കുട്ടിയാണല്ലേ. പക്ഷേ കണ്ടാൽ പറയത്തില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. എൻ്റെ പേര് ജോമോൻ. ഞാൻ അതും പറഞ്ഞ് കൈ നീട്ടി. അവൾ ഒരു ചിരിയാലെ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. അങ്ങനെ അവളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എടോ, ആദ്യം ഞാൻ തന്നെ കണ്ടപ്പോൾ വിചാരിച്ചു +1 +2 പഠിക്കുന്ന കൊച്ചായിരിക്കുമെന്ന്. ആണോ ചേട്ടാ? അവൾ പൊട്ടിച്ചിരിച്ചു. പക്ഷേ പിന്നീടാണ് സംസാരത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത്. ജസ്ന എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണെന്ന കാര്യം. അയ്യോ ചേട്ടാ, അല്ല അനിയ, സോറി കേട്ടോ. അത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും സാരമില്ലെന്നേ. ബഹുമാനമൊക്കെ മനസ്സിൽ മതിയെന്നേ. ഇവിടെ താത്തയും അനിയനൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട്സ്, അത് മതി. ഞാൻ പറഞ്ഞ കാര്യം അവൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എടാപ്പോടി ബന്ധമായി, നല്ല ഫ്രണ്ട്സായി. പിന്നെ ഞാൻ അവൾക്ക് വാസുദേവൻ മുതലാളിയുടെ സ്വഭാവം പ്രവൃത്തിയും പറഞ്ഞു കൊടുത്തു. അബദ്ധവശാൽ അവൾ അയാളുടെ വലയിൽ വീഴരുതല്ലോ. മാത്രവുമല്ല, എനിക്ക് ജസ്നയോട്
എന്തോ ഒരു പ്രത്യേക ഇഷ്ടവും തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെ ചില ദിവസങ്ങളിൽ ഭാര്യമാരോടൊപ്പവും സഹോദരിമാരോടൊപ്പം വരുന്ന ആണുങ്ങൾ ജസ്നയെ വായി നോക്കുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ചിലരൊക്കെ ഒരു നാണവും മാനവുമില്ലാതെ സ്കാൻ ചെയ്യുന്ന പോലുള്ള വല്ലാത്ത നോട്ടമാണ്. എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം തോന്നി തുടങ്ങി. ഇടയ്ക്ക് ജോലി കഴിഞ്ഞാൽ വൈകിട്ട് ഞാനും അവളും കുറച്ചു നേരം ഒന്ന് കറങ്ങാൻ പോകും. അത് വല്ലപ്പോഴുമേ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം, ഒരു ശനിയാഴ്ച ദിവസം വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഞായറാഴ്ച ഞങ്ങൾക്ക് അവധിയായതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിലും അവളെ കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അന്ന് പതിവ് പോലെ കുളിച്ച് ഫ്രഷായി വന്ന് ഞാൻ അവൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. എനിക്ക് റിപ്ലൈ അയക്കാൻ ചില പെണ്ണുങ്ങളെ പോലെ അവൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ലായിരുന്നു. ഉടനെ റിപ്ലൈ തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചൂടൻ വിഷയം എടുത്തിട്ടു. ജസ്ന അത് അയ്യേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് അതൊന്നും താല്പര്യമില്ലെന്ന്. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. പിന്നെ ഞാൻ പ്രണയത്തിൻ്റെ ഒരു വിഷയം എടുത്തിട്ടു. അത് അവൾക്ക് താല്പര്യമുള്ളതായി മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അതിൽ പിടിച്ച് കയറി. അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചതും അവൾ അത് വായിച്ചിട്ടും പിന്നെ റിപ്ലൈ തരാതെ പോയി. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായി. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു, ഹലോ ജസ്ന, എന്താണ് റിപ്ലൈ അയക്കാതെ? പക്ഷേ അവളുടെ റിപ്ലൈ വന്നില്ല. അവൾ മെസ്സേജ് നോക്കുന്നതിൻ്റെ 2 നീലട്ടിക്ക് വന്നെങ്കിലും അവൾ റിപ്ലൈ തന്നിരുന്നില്ല. അപ്പോൾ എൻ്റെ ടെൻഷൻ കൂടി. ഞാൻ അവളെ കോൾ ചെയ്തു. പെട്ടെന്ന് അവൾ കോൾ എടുത്തു. ഹലോ എടി, നീ എന്താ റിപ്ലൈ തരാത്തെ? എടാ, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, അതാ. പോടി, ചുമ്മാ കള്ളം പറയണ്ട നീ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പുട്ടും ചിക്കൻ കറിയും കഴിക്കുന്നതിൻ്റെ ഫോട്ടോ ഉടൻ എടുത്തയച്ചു തന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ചാറ്റിംഗ് തുടർന്നു. അവൾ പറഞ്ഞു, എടാ, പ്രേമമൊന്നും വേണ്ട കേട്ടോ. അതെന്താടി വേണ്ടാത്തെ? എടാ, അതൊക്കെ ബോറല്ലേ? എന്ത് ബോറ്? അല്ല, പ്രേമിച്ച അവസാനം ഈ പ്രേമം സക്സസ് ആവാതെ വന്നാൽ? എടി, നീ ഇപ്പോൾ അതൊക്കെ എന്തിനാ ആലോചിക്കുന്നേ? ചുമ്മാ എഴുതാപ്പുറം വായിക്കണ്ട കേട്ടോ. എടാ, അതല്ല മണ്ട, നമ്മുടെ ജാതി മതം പിന്നെ ഏജ് ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കിക്കേ. എനിക്ക് നിന്നേക്കാൾ 2 വയസ്സ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിന് അതൊക്കെ വലിയ ആനക്കാര്യമാണ്. എൻ്റെ ഇത്താത്തയുടെ കല്യാണം നടത്തുമ്പോൾ എൻ്റെ വീട്ടുകാർ ഇതൊക്കെ വളരെ സ്ട്രിക്റ്റായി നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ലവൊക്കെ അവസാനം ചീറ്റിപ്പോകുമോ എന്ന എൻ്റെ സംശയം. വെറുതെ എന്തിനാ സങ്കടപ്പെടുന്നേ? ജസ്ന അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളെ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല. അതിനർത്ഥം ഞാൻ അവളെ ഒഴിവാക്കിയെന്നല്ലാട്ടോ. അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച സാധാരണ ജോലിക്ക് പോകുന്നത് പോലെ സാധാരണ കൂട്ടുകാരെ പോലെ തന്നെ നിന്നു. ഞാനും ജസ്നയോട് അതിരുവിടാതെ തന്നെ ഫ്രണ്ട്ലിയായി നിന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നതായി എനിക്ക് തോന്നി. എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുമൊക്കെ തുടങ്ങി. കൂടാതെ ചില നേരത്തെ അവളുടെ ചില വാക്കുകളിൽ അവൾക്ക് എന്നിൽ എന്തോ അവകാശമുള്ളത് പോലെയായിരുന്നു അവളുടെ ഭാവവും സംസാരവുമൊക്കെ. സത്യത്തിൽ ഞാൻ അതൊക്കെ മൗനമായി ആസ്വദിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞങ്ങളുടെ കടയിൽ ഒരു ഫാമിലി വന്നു. ഒരമ്മ, അച്ഛൻ, ഒരു മോൾ. മോളെ കാണാൻ നല്ല സുന്ദരി, ഒരു 20 വയസ്സൊക്കെ ഉണ്ടാവും. ഞാനാണ് അവൾക്ക് വേണ്ട തുണിയും ചുരിദാറുമൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ ആ സുന്ദരി കൊച്ചിനോട് ചിരിച്ച് സംസാരിച്ച് ഓരോ പുതിയ മോഡൽ ചുരിദാർ കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്നാണ് ഞാൻ അപ്പുറത്തായിരിക്കുന്ന ജസ്നയെ ശ്രദ്ധിച്ചത്. അപ്പോൾ അവളുടെ മുഖഭാവം കാണേണ്ടത് തന്നെയായിരുന്നു. എന്നെ തുറച്ചു നോക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ അവളുടെ ദേഷ്യഭാവത്തോടെയുള്ള നോട്ടം ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൾ വേഗം നോട്ടം മാറ്റി. അവളെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിച്ചേക്കാം എന്ന് കരുതി ഞാൻ വീണ്ടും ആ സുന്ദരി കൊച്ചിനോട് ചിരിച്ച് കൊഞ്ചി സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് അവർ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമായിരുന്നു. പിന്നെ ജസ്ന എന്നോട് ചോദിക്കാതെ, എന്നെ കാത്തു നിൽക്കാതെ വേഗം അപ്പുറത്തെ മുറിയിൽ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കസ്റ്റമർ ആരുമില്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ ലഞ്ച് പാത്രവുമായി
അവിടേക്ക് കഴിക്കാൻ പോയി. ഞാൻ അവളുടെ അടുത്തിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ എന്നെ വിളിക്കാതെ പോയെ? ഏയ് ഒന്നുമില്ല, അവൾ പറഞ്ഞു. എടി, നിനക്ക് എന്ത് പറ്റി? ഒരു വിഷമം പോലെയുണ്ടല്ലോ. എനിക്കെന്ത് വിഷമം? എനിക്കൊന്നുമില്ല. ഉവ്വ, നിനക്ക് വയ്യേ? വയ്യെങ്കിൽ നാളെ ലീവ് എടുത്തോട്ടോ. ഒന്ന് പോടാ. ഏ, പോടാന്നോ? ഹോ, ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ പോടാ എന്ന് അല്ലേ? ആ പിന്നെ പറയാൻ മറന്നു, നേരത്തെ വന്ന ആ കൊച്ച് എന്ത് സുന്ദരിയാ അല്ലേ? ഹോ, എന്താ ഒരു ലുക്ക്! പെൺപിള്ളേരുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ലുക്ക്. ഞാൻ അങ്ങനെ ആ കൊച്ചിനെ പുകഴ്ത്തി ഓരോന്ന് പറഞ്ഞതും പെട്ടെന്ന് അവൾ എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. പിന്നെ വേഗം മുഖം മാറ്റി. പക്ഷേ എന്നിട്ടും ഞാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞു, എടി, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലത്തെ സുന്ദരി കൊച്ചിനെ കല്യാണം കഴിക്കണം. ഹോ, എന്തൊരു ക്യൂട്ടാണ് അല്ലേ? ഷോ, എന്നാ പിന്നെ നിനക്ക് അവളെയും പ്രപ്പോസ് ചെയ്തുകൂടായിരുന്നോ? പോയി കല്യാണം കഴിച്ചോ? പെട്ടെന്നാണ് അവൾ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അല്ല, അതിന് നീ എന്തിനാ ചൂടാവുന്നേ? ചൂടായില്ലല്ലോ, ഞാൻ കാര്യം പറഞ്ഞതല്ലേ. ഹോ, പിന്നെ അവളുടെ ഒരു കാര്യം പറച്ചിൽ. ഞാനത് പറഞ്ഞതും അവൾ പിന്നൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ട് അവൾക്ക് നമ്മളോട് ഒരു വാഴിക്കയുമില്ല. ഞാനത് പറഞ്ഞപ്പോൾ അവൾ എന്നെ തുറച്ചു നോക്കി. പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൾ കൈ കഴുകാൻ പോകാൻ നേരം പറഞ്ഞു, എടാ, പ്രേമിക്കാനൊന്നും എന്നെ കിട്ടില്ല. നീ വേണേൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പേരൻസിനോട് സംസാരിക്ക്. അത് കേട്ടതും എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചു, എടി, അപ്പോൾ നിന്റെ പേരൻസ് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം, പോരെ? പിന്നെ ഞാൻ നിന്റെ എല്ലാ കാര്യവും എൻ്റെ താത്തയോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞായിരുന്നു. അത്രയും കേട്ടപ്പോൾ ഞാൻ കുറച്ചൊന്നുമല്ല സന്തോഷിച്ചത്.